ഓ നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വളരെ ഏറെ വർഷമായിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ 2013 തൊട്ട് എനിക്ക് അപ്പ, അതായത് നരസിംഹമൂർത്തി, കൊണ്ടിറങ്ങി മലയിൽ വെച്ച്, ആ കഥ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഞാൻ കൊണ്ടിറങ്ങി പോയതെന്നും. അവിടെ വെച്ച് അപ്പയുടെ പൂർണ്ണമായ വളരെ മനോഹരമായിട്ടുള്ള ആ രൂപം ഒറ്റപ്പെട്ട എനിക്ക്, നിനക്ക് ഞാനുണ്ടടാ എന്ന ആ വാക്ക് അപ്പ എനിക്ക് തന്നിട്ടുള്ള ഓരോ ഡ്യൂട്ടിയും വളരെ പൂർണ്ണതയോടെ ഇതുവരെ ചെയ്യാൻ സാധിച്ചതില്ല. ഇനിയും ഡ്യൂട്ടി ഉണ്ട്. അത് അപ്പയുടെ തന്നെ സഹായത്തോടെ ആണ് മുമ്പോട്ട് പോകുന്നത്. ഈ എപ്പിസോഡ് വളരെ പണ്ട് തന്നെ ഇടേണ്ടതായിരുന്നു. പക്ഷേ അപ്പ പറയുന്നതിലും അപ്പുറത്ത് എനിക്ക് ചെയ്യാനുള്ള അർഹതയില്ലാത്തത് കൊണ്ടാണ്. കാരണം ഓരോ സമയവും വളരെ ഗൂഢമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് പബ്ലിക്കലി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ, അതുകൊണ്ട് അപ്പയിൽ നിന്നും പെർമിഷൻ കിട്ടാതെ, ഒന്നും തുറന്നു പറയാതെ എൻ്റെ ഡ്യൂട്ടി അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം 9ാം ക്ലാസ്സിൽ വെച്ച് NCC ക്യാമ്പിൽ എന്നുള്ള രീതിയിൽ നെയ്യാർ ഡാമിൽ അഗസ്ത്യകൂടം ട്രക്കിങ്ങിൽ എത്തിച്ചു. അവിടെ അഗസ്ത്യമുനിയെ മേളിൽ ദർശിച്ച്, അതൊക്കെ ഈ നേരം വരെ നോക്കുമ്പോൾ അപ്പം എന്നെ കറക്റ്റ് റൂട്ടിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് നടന്നു, അത് ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തന്നത് പഴനിയാണ്. പഴനിയിൽ എല്ലാ മാസവും എന്നുള്ള രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അന്നൊക്കെ ബാച്ചിലറാണ്. പഴനിയിൽ 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ മാസവും പോയിക്കൊണ്ടേയിരുന്നു. അവിടെ 2 ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു. മേളിൽ വൈകുന്നേരം വരെ ഭോഗറിൻ്റെ സന്നിധിയിൽ ജപമായിരുന്നു എനിക്ക് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി. സന്നിധിയിൽ, ആ സമാധിയിൽ പുരുഷ സൂക്തവും സ്ത്രീ സൂക്തവും ഭാഗ്യസൂക്തവും ദുർഗാസൂക്തവും മേധാസൂക്തവും എല്ലാം നല്ല ഉച്ചത്തിൽ ഞാൻ അവിടെ സമർപ്പിച്ചു. അതെല്ലാ മാസവും അങ്ങനെയായിരുന്നു. ആ 3 ദിവസം ഞാൻ അവിടെ താമസിക്കുമ്പോഴും 3 ദിവസവും രാവിലെ കയറിയാൽ വൈകിട്ട് തങ്കരഥം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങാറ്. പിന്നെ അവിടെ നിന്നൊരു അടുത്ത സ്റ്റേജിലേക്ക് എന്നെ ഡ്യൂട്ടി മാറ്റി കൊണ്ടിറങ്ങിയിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് അന്നൊന്നും കാറൊന്നുമില്ല, KSRTCയിലാണ് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ എൻ്റെ ഒറിജിനൽ സ്ഥലത്തുനിന്ന് 6:30 ആകുമ്പോൾ KSRTC ഉണ്ട് ഡയറക്റ്റ് പഴനിയിൽ. അവിടെ 1:30 ആവും എത്തുമ്പോൾ. നേരെ കുളിച്ച് പഴനി മലയിലേക്ക് കയറി പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ
ഓരോ സിഗ്നലാണ് തരുന്നത്. കൊണ്ടറങ്കി മല എന്നുള്ള കൺസെപ്റ്റ് അല്ല, ഇന്ന പോലെ മലയുണ്ടാവും, അവിടെ ഇത്ര ശിവലിംഗങ്ങളുണ്ടാവും. അതാണ് ടാസ്ക്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എല്ലാവരോടും, അവിടെ കടകളിലൊക്കെ എന്നെ അറിയാവുന്നവരാണ്, അവിടെ എല്ലാ കടകളിലൊക്കെ ചോദിച്ചു, ഇന്ന രീതിയിൽ കൂർത്ത ഒരു മല, അതിൽ 5 ശിവലിംഗങ്ങൾ അവിടെ ഉണ്ട്, അതിൻ്റെ മേളിൽ കൂർത്ത ഒരു ബാണലിംഗമുണ്ട്, അങ്ങനെ ഏതെങ്കിലും മല അറിയാമോ എന്നുള്ള ചോദിച്ചു. അപ്പോൾ ആർക്കും അത് അറിയില്ല. അങ്ങനെ ഒരു മല അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ പഴനി മല കയറുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ അവിടെ ചോദിക്കുന്നത് ഓരോ കടകളിൽ. അങ്ങനെ പഴനി മല ഞാൻ ഇങ്ങനെ സംശയത്തോടെ, അപ്പം തന്ന ഡ്യൂട്ടി ടാസ്ക് അതെങ്ങനെ അറിയാൻ പറ്റും. അപ്പം നടന്ന് മേളിൽ രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ഹെയർ പിൻ എത്തിയപ്പോഴാണ് ദൂരെ മനസ്സിൽ ടാസ്ക് തന്ന അതേ രീതിയിലൊരു മല അവിടെ കാണുന്നു, ദൂരെ കിഴക്ക് സൈഡിൽ. അപ്പോൾ അവിടെ വെള്ളയും ചുവപ്പും പെയിൻ്റ് അടിക്കുന്ന ഒരു തമിഴിനോട് ഞാൻ ചോദിച്ചു, അണ്ണാ ആ കാണുന്ന മല എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ആ മലയുടെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് പറയും. അത് മല്ലികാർജുന ക്ഷേത്രമുള്ള മലയാണ്, കൊണ്ടറങ്കി മലയാണ് എന്ന്. അവിടെ ശിവക്ഷേത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന ലിംഗങ്ങൾ 5 ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു കറക്റ്റ് അറിയില്ല, താഴെ ഒരു ശിവക്ഷേത്രമുണ്ട്, പടി കയറുന്ന അവിടെ 2 ലിംഗങ്ങളുണ്ട്, മേളിൽ ഒരു ലിംഗമുണ്ട്, അപ്പം തന്നെ 4 ആയി. അപ്പം അതിൻ്റെ മേളിൽ ബാണലിംഗമുണ്ട്. അപ്പം കറക്റ്റ് ടാസ്ക്. അപ്പോൾ എങ്ങനെയാണ് അവിടെ പോകാൻ, അവിടെ വല്ല വണ്ടിയുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു രാവിലെ അവിടെ നിന്ന് വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും അറിയില്ല, സ്റ്റാൻഡിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ദർശനം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഒരു 6:30 ആകുമ്പോൾ താഴെ ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിൽ പോയി ഇന്ന രീതിയിൽ കൊണ്ടിറങ്ങി പോകുന്ന വണ്ടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാവിലെ 4:15 വണ്ടിയുണ്ട്, അപ്പോൾ കീഴാനൂരാണ് സ്റ്റോപ്പ് എന്നും ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിണ്ടുക്കളിൽ പോയി അവിടെ നിന്ന് കീഴാനൂരിലേക്ക് വണ്ടി കിട്ടി. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ താഴെ എത്തിയപ്പോഴാണ് തലകറങ്ങുന്ന രീതിയിൽ മല. പക്ഷെ അപ്പം പറഞ്ഞ ടാസ്ക് അത് പൂർത്തിയാക്കണം. ഇനി പഴനി അവിടെ ഒരു സ്റ്റേ ആണ്, ബാക്കിയുള്ള കൊണ്ടിറങ്ങിയിലാണ്. പക്ഷെ അവിടെ സ്റ്റേ ഒന്നുമില്ല, തനി കുഗ്രാമമാണ്, അവിടെ ലോഡ്ജില്ല, ഒന്നുമില്ല, മല, താഴെ അമ്പലം. അന്നൊക്കെ ഞാൻ ആ പോകുന്ന സമയത്തൊക്കെ രാത്രികളിൽ വരെ നമുക്ക് അവിടെ മേളിൽ മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് അനുവദിക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ചില സമുദ്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള രീതി കൊണ്ട് രാത്രി കാലങ്ങളിൽ മേളിൽ കയറ്റത്തില്ല. പക്ഷെ അന്ന് ഒക്കെ ധാരാളമായിട്ട് കയറ്റുമായിരുന്നു. അപ്പോൾ കൊണ്ടിറങ്ങി മലയായി. അപ്പോൾ അവിടെ 2-3 ദിവസമൊക്കെ ഞാൻ ജപത്തിനിരിക്കും. രാവിലെ താഴത്ത്, അതായത് മേളിൽ തന്നെ കുന്നിൻ്റെ താഴെ മല്ലികാർജുന ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ പൂജാരി കൊണ്ടുവന്ന് പൊങ്കൽ തരും രാവിലെ. പുള്ളിക്കൊക്കെ നല്ല പരിചയമായി. താഴേന്ന് തന്നെ പുള്ളിയായിട്ടാണ് മേളിൽ കയറിയത് ഞാൻ, പുള്ളി അമ്പലം തുറക്കാൻ പോകുന്ന രീതിയിൽ. അപ്പോൾ മേളിലെത്തിയപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 2-3 ദിവസം എനിക്ക് യോഗ ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അപ്പം പുള്ളി നടത്തട്ടെ സ്വാമി എന്ന് പറഞ്ഞു. അന്ന് സ്വാമിയാണെന്ന് പോലും അല്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. സാധാരണ ഈ താടിയൊന്നും ഇല്ലായിരുന്നു, കാഷ്വൽ ഒരു. അപ്പോൾ പുള്ളി എന്നെ ഭസ്മമൊക്കെ തൊട്ട് പഴനിയിൽ നിന്ന് വരുന്ന വഴിയല്ലേ, അപ്പോൾ ഭസ്മം തൊട്ടിട്ടാണ് ഞാൻ പോയത് കൊണ്ടിറങ്ങിയിലേക്ക്. അപ്പോൾ പുള്ളി വിചാരിച്ചിരിക്കുന്ന ആ സ്വാമിയാണെന്ന്. അപ്പോൾ ഇരിക്കട്ടെ, സ്വാമിയാണെങ്കിൽ സ്വാമി. പുള്ളി പറഞ്ഞു ധാരാളം ഇരുന്നു, പക്ഷേ ഭക്ഷണം അത് എങ്ങനെ കഴിക്കും, അത് ഭഗവാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല, ഞാൻ രാവിലെ പൊങ്കൽ കൊണ്ട് തരാം. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാ മാസവും എന്നുള്ള രീതിയിൽ 3 ദിവസം ഞാൻ അവിടെ തന്നെ മേളിൽ തന്നെ കഴിയുമായിരുന്നു. പക്ഷേ അതൊക്കെ പ്രാഥമിക കാര്യങ്ങളൊന്നും നടക്കണില്ല. എന്തോ ഒരു പവർ, അങ്ങനെ ഒരു കൺസെപ്റ്റേ അത് വരുന്നില്ല. ആ എനർജി ഫോം ആയിരിക്കാം. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻറ്റേർണലി നമുക്ക് നല്ല ഏകാഗ്രത പെട്ടെന്ന് കിട്ടി. ആ സമാധിയിലേക്ക് പോയി. കോട വരുന്നു, വെയിൽ വരുന്നു,
പക്ഷെ അത് ബോഡിക്ക് എഫക്റ്റ് ആവുന്നില്ല. കാരണം ബോധം വേറെ ലയത്തിലേക്ക് പോയി. കാരണം ആ കൊണ്ടിറങ്ങി അതാണ്. നമ്മൾ സാധാരണക്കാരൻ ചെന്നാലും ആത്മാർത്ഥമായിട്ട് അവിടെ ഭഗവാനെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകും. അതാണ് കൊണ്ടിറങ്ങി മല എന്ന് പറഞ്ഞാൽ. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ടോട്ടലി ഒരു നെഗറ്റീവ് വന്നു. അത് പരീക്ഷണമായിരിക്കാം, പിന്നെ അവിടെ നിന്ന് എടുത്ത് ചാടിയേക്കാം എന്നുള്ള ലെവലിൽ. അപ്പാനെ അവഹേളിക്കുന്നതല്ല, ബാഹ്യമായ ഒറ്റപ്പെടലുകൾ ഉണ്ടായിരുന്ന ഒരു ടൈമാണ്. എല്ലാ രീതിയിലും ഒറ്റപ്പെടുക, കുടുംബ രീതിയിലാണെങ്കിലും സമൂഹം രീതിയിലാണെങ്കിലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഞാൻ എന്തിനി ജീവിക്കണം എന്നുള്ള കൊണ്ടിറങ്ങിന്ന് തന്നെ അങ്ങോട്ട് നശിപ്പിക്കാമെന്നുള്ള രീതിയിലാണ് എൻ്റെ 3ാമത്തെ കയറ്റം കയറുന്നത്. അപ്പോൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം മെഡിറ്റേഷൻ ഇരുന്ന് അങ്ങോട്ട് നശിപ്പിക്കാം ശരീരം എന്നുള്ള രീതിയിൽ ഇരുന്നു. പക്ഷേ ആ മെഡിറ്റേഷൻ 4 ദിവസത്തേക്ക് സമാധി പോയി എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് അപ്പം എനിക്ക് കോൺഫിഡൻറ്റ് കൂട്ടുക എന്നുള്ള രീതിയിൽ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയിക്കാനും മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ഞാൻ എൻ്റെ കർമ്മം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഗിവൺ യൂസ് സം സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള ഒരു കോൺഫിഡൻറ്റോടെ എനിക്ക് ആ പൂർണ്ണമായ ആ ദർശനം, അച്ഛൻ്റെ ആ സ്നേഹത്തോടുള്ള കാരുണ്യത്തോടെയുള്ള നിഷ്കളങ്കതയോടുള്ള ആ ദർശനം എനിക്ക് കിട്ടുകയും പിന്നെ ഞാൻ കോൺഫിഡൻ്റായി. പിന്നെ അവിടെ നിന്നെടുത്ത് ചാടിയാലും ഞാൻ ചാകില്ല എന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻ്റായി. കാരണം അപ്പയെ കണ്ട സന്തോഷം. നാട്ടിൽ വന്നു, പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ഇതേപോലെ വീഡിയോ കണ്ട് ആളുകൾ വിളിക്കാൻ തുടങ്ങി. ചിലവർ തളർച്ചയുണ്ട്, അപ്പോൾ ആ ഒരു പവർ കൊണ്ട് തളർന്നവരെ എഴുന്നേൽപ്പിച്ച് വിടാൻ തുടങ്ങി, രോഗങ്ങൾ മാറ്റാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു സിദ്ധികൾ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ടോട്ടലി പബ്ലിക്കലി ഞാനത് മറച്ചു വെക്കേണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടിത്വം കൊണ്ട് ഇപ്പോഴും കുട്ടി മനസ്സാണ്. സാധാരണ അങ്ങനത്തെ ഒരു സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, മറ്റുള്ളവരെ കാണിക്കണം എൻ്റെ പവർ എന്നുള്ള രീതിയിൽ. ഞാൻ വരുന്നവരെയൊക്കെ വന്നോളൂ, വിളിക്കുന്നവരോട് അപ്പം തന്നെ പറയും എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. എത്രയോ പേരുടെ ഓപ്പറേഷൻ മാറ്റിക്കൊടുത്തു, എത്രയോ പേരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുത്തു. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എന്നെ മുതലെടുക്കുന്നതായിരുന്നു കുറച്ച് പേര്. കാരണം കാര്യം കാണാൻ മാത്രം വരുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷട്ട് ഡൗൺ ചെയ്യുക. നിൻ്റെ ഈ എനർജി, നിനക്ക് ഈ കിട്ടിയിരിക്കുന്ന എൻ്റെ സിദ്ധികൾ, അത് ഇങ്ങനെ പാഴാക്കല്ലേ, വെയിറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ ടോട്ടലി ഡൗൺ ആക്കി. പിന്നെ കർമ്മം എന്നുള്ള രീതിയിൽ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ ഒന്നുകിൽ കൊടുങ്ങല്ലൂർ പോയി ഇത്ര മാസം പോകാൻ പറയും, അല്ലെങ്കിൽ പഴനി ഇത്ര മാസം പോകാൻ പറയും, കഞ്ചമല ഇത്ര മാസം പോകാൻ പറയും. അവിടെ പോയിട്ട് അവരാൽ ആ ദോഷങ്ങൾ മാറ്റുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് അപ്പ പറയാൻ പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് അടുത്തടുത്ത് ഓരോ മലകൾ, ശക്തിപീഠങ്ങൾ എനിക്ക് ഡ്യൂട്ടി തന്നു. ഞാനത് ഫുൾ കവർ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ശക്തിപീഠങ്ങളിൽ പോകുമ്പോൾ എനിക്ക് യോജിക്കുന്ന, അതായത് അപ്പ എന്നെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളെ, ജ്യോതിഷം ആചാര്യന്മാർ, താന്ത്രിക ആചാര്യന്മാർ, എല്ലാവരെയും എന്നെ ദർശനം, അതായത് ഇന്ന രീതിയിൽ അവിടെ പോകുമ്പോൾ നിനക്കൊരു വ്യക്തിയെ കാണാം, അവൻ അസിസ്റ്റ് ചെയ്യുക, അവൻ നിന്നെ ജ്യോതിഷം പഠിപ്പിക്കും, ഇന്ന രീതിയിൽ ഇന്ന ശക്തിപീഠത്തിൽ പോകാൻ പറയും, അവിടെ നിന്ന് എനിക്ക് അടുത്ത റൂട്ട് തരും, നിനക്ക് ഇന്ന വ്യക്തി അവിടെ ഉണ്ടാവും, അവിടെ നീ താന്ത്രികം പഠിക്കും. അപ്പോൾ ഓരോ ശക്തിപീഠങ്ങളിൽ പോകുമ്പോൾ
നമുക്ക് ഓരോ ഗുരുവര്യന്മാരെ എനിക്ക് ഭാഗ്യമായിട്ട് കിട്ടി. അങ്ങനെ ശിവാചാര്യർ എന്നുള്ള തലത്തിലേക്ക് വരുവാനും അപ്പ എന്നെ ബൂസ്റ്റ് ചെയ്യുകയായിരുന്നു ഓരോ ഡ്യൂട്ടി കവർ ചെയ്യാൻ. പിന്നെ സാളഗ്രാമങ്ങൾ വരാൻ തുടങ്ങി, നർമ്മദാലിംഗങ്ങൾ വരാൻ തുടങ്ങി. ഇത്രയും കപ്പാസിറ്റിയോടെ ഒരു 10,008 സാളഗ്രാമങ്ങൾ, അതിൽ ഉഗ്രസാളഗ്രാമങ്ങൾ, 18 കിലോ ഉള്ള സാളഗ്രാമങ്ങൾ, അനന്തശയനങ്ങൾ, അതായത് ഫുള്ളി അപ്പയുടെ തന്നെ ചൈതന്യങ്ങൾ കൂടിക്കൂടി വരാൻ തുടങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കൽക്കി എന്നുള്ള കൺസെപ്റ്റ് അതെന്താണെന്നും അപ്പ കാണിച്ചു തന്നു. അതായത് നാം എല്ലാം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് വെള്ളക്കുതിരയിൽ മഹാവിഷ്ണു കൽക്കി ഭാവത്തിൽ വാളേന്തി വരും എന്നുള്ളതാണ്. പക്ഷേ മഹാവിഷ്ണു എന്ന കൺസെപ്റ്റ് അല്ല വരുന്നത്. അത് ടോട്ടലി ഒരു ടാസ്ക് എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം മഹാവിഷ്ണു എന്ന് പറയുന്നത് പരിപാലനമാണ്. അപ്പോൾ അവിടെ നാശമാണ് കലിയുഗത്തിന് വരുന്നത്. അപ്പോൾ നാശത്തിന് വിഷ്ണു മാത്രം പോരാ, ശങ്കരനും വേണം, ബ്രഹ്മാവും വേണം. നമുക്കറിയാം പ്രഹ്ലാദൻ്റെ കഥ. ബാക്കി മത്സ്യം തൊട്ട് കൽക്കിയുടെ മുമ്പ് വരെ ബൗദ്ധ ഭാവം വരെ, ബുദ്ധനല്ല ബൗദ്ധ എന്ന് പറഞ്ഞാൽ, അതുവരെ ധർമ്മരക്ഷയാണ് അവതാരമെടുത്തിട്ടുള്ളത്. പക്ഷേ 4ാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ ധർമ്മം മാത്രമല്ല. അതായത് പ്രഹ്ലാദനെ കൊണ്ട് നാരായണ എന്ന് ജപിക്കുന്നതിന് പകരം അച്ഛൻ്റെ മന്ത്രം, അവൻ്റെ അച്ഛൻ്റെ മന്ത്രം, ഹിരണ്യകശിപുവിൻ്റെ മന്ത്രം, ഓം ഹിരണ്യകശിപേ നമഃ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അധർമ്മത്തെ നയിക്കുന്ന ലെവലിലേക്ക് വന്നപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉരുവടി വെച്ച് പഠിപ്പിച്ച് പ്രഹ്ലാദനെ അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് നരസിംഹമൂർത്തി ആ ഭാവം അവതാരമെടുത്തിട്ടുള്ളത്. ഇന്ന് നടക്കുന്നതും അതൊക്കെ തന്നെയാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള മതങ്ങൾ തമ്മിൽ അവരുടെ മന്ത്രങ്ങൾ, ഇപ്പോൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും തമ്മിൽ വലിക്കുന്നത് മന്ത്രങ്ങൾ കൊണ്ടാണ്. നീ എന്നെ അള്ളാഹുവിനെ ജപിക്ക്, അല്ലെങ്കിൽ നീ എൻ്റെ ഈശ്വരനെ ജപിക്ക്, അല്ലെങ്കിൽ നീ എൻ്റെ കർത്താവിനെ ജപിക്ക്. പക്ഷേ സനാതനം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, ഭൈരവനാണ്, കാലമാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ ഇപ്പോൾ 2025 മാർച്ച് മാസം തൊട്ട് 2028 മാർച്ച് വരെ വെരി ക്രൂഷ്യലാണ് ലോകം മൊത്തം. ആ 2028 മാർച്ച് കഴിഞ്ഞാൽ ആരൊക്കെ അവശേഷിക്കുമെന്നുള്ളത് കണ്ടറിയാം. കാരണം രോഗങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, മറ്റതായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഈ ഒരു 3 വർഷം ഈ ഭൂമി, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ആണ് ഇനിയുള്ള കാര്യം നടക്കാൻ പോകുന്നത്. ഈ 2028 മാർച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ 3 വർഷം എല്ലാ രീതിയിലും നാശങ്ങൾ വിതയ്ക്കുന്നത്. നാം ഒരു മാരാരോഗത്തെ കവർ ചെയ്ത് വന്നേ ഉള്ളൂ, കൊറോണ. പക്ഷേ ഈ ഒരു 3 വർഷം കൊറോണയെക്കാളും 10 ഇരട്ടി ശക്തിയുള്ള ബാക്ടീരിയ അണുക്കൾ കൊണ്ടാവുന്ന മരണങ്ങൾ
വളരെ 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 ഭയാനകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ ഇതിനൊക്കെ ഫുൾ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യമാണ് താനും. ഒരിടത്ത് യുദ്ധം, ഒരിടത്ത് കലാപങ്ങൾ, ഒരിടത്ത് പ്രകൃതി ദുരന്തങ്ങൾ, ഒരിടത്ത് രോഗങ്ങൾ. ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇനിയുള്ള കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ, ഒരാശ്വാസം എന്ന് പറയുന്നത് ഭഗവാനാണ്, സ്വയം ശിവമാണ്. ആ ശിവം എന്ന് പറയുന്നത് ത്രിനേത്രനാണ്. 3 ദേവതകൾ, അതായത് ത്രിമൂർത്തികൾ, ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ, ഇവർ 3 പേരും ഉപാസിക്കുന്ന നരസിംഹമൂർത്തിയെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏത് സഹസ്രനാമങ്ങൾ എടുത്തോ, ത്രിമൂർത്തി വന്ധ്യായ എന്നുള്ള നാമം അത് നരസിംഹമൂർത്തിയുടെ സഹസ്രനാമത്തിൽ മാത്രമേ ഉള്ളൂ. വിഷ്ണുവിനേക്കാളും ശങ്കരനേക്കാളും ബ്രഹ്മാവിനേക്കാളും ശരിക്കും നരസിംഹമൂർത്തി, അതായത് ഭൈരവൻ്റെ അംശമാണ് ബാക്കിയുള്ള എല്ലാ ദേവീ ദേവതകളും. യക്ഷ, കിന്നര, ഗന്ധർവ, നാഗ, ഏത് ദേവതയാണെങ്കിലും അത് നരസിംഹമൂർത്തിയുടെ അംശമാണ്. ആ ഡ്യൂട്ടിയാണ്, ആ ഭാവമാണ് എനിക്ക് ഡ്യൂട്ടി തന്നിരിക്കുന്നത്. ലോകത്ത് കെട്ടുകിടക്കുന്ന ക്ഷേത്രങ്ങളിലെ ചൈതന്യങ്ങളെ, കാവുകളിലെ ചൈതന്യങ്ങളെ എല്ലാത്തിനെയും ആവാഹിച്ച് നരസിംഹമൂർത്തിയുടെ വജ്രനാരസിംഹം എന്ന എനിക്ക് തന്ന ദർശനം അതിലേക്ക് ആവാഹിക്കുക എന്നുള്ള കർമ്മമാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നടുത്ത് പോവുക, ഇന്ന ക്ഷേത്രത്തിൽ പോവുക, ഇന്ന ക്ഷേത്രങ്ങളിൽ പോവുക, അതനുസരിച്ച് എനിക്ക് ആ ക്ഷേത്രങ്ങളിൽ പോവുക, അവിടുത്തെ ചൈതന്യങ്ങളെ ആവാഹിക്കുക. നമ്മൾ ആവാഹിക്കേണ്ട ആവശ്യമില്ല, ആ ചൈതന്യങ്ങൾ അവിടെ നിന്ന് ചാടാനിരിക്കുക. ഉപാസനയില്ല, പൂജയില്ല. അപ്പോൾ അവരുടെയൊക്കെ ചൈതന്യം എന്നിലേക്ക് കയറുകയും അത് അപ്പയുടെ ശില അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വജ്രനാരസിംഹം എന്നുള്ള ആ ഭാവം, കൽക്കി ഭാവം അതിലേക്ക് പോർ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഇതുവരെ എനിക്ക് ചെയ്യുന്നതും. അതനുസരിച്ച് ഇപ്പം ദൈവിക ചൈതന്യങ്ങൾ വരുന്ന അനുസരിച്ച് കപ്പാസിറ്റിയും കൂടി വേണം. അതുകൊണ്ടാണ് സാളഗ്രാമങ്ങളും നർമ്മദേശ്വരവും ശ്രീചക്രങ്ങളൊക്കെ കൂടി വരുന്നതും. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് സാളഗ്രാമം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 കൂടി വന്ന ഒരു 10, 15. പക്ഷെ 10,008 സാളഗ്രാമങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുക. നർമ്മദേശ്വർ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും ദേവീ ദേവതകളുടെ ചൈതന്യത്തെ ബാക്കപ്പ് ചെയ്യാൻ കഴിയണം എന്നുള്ള രീതിയിൽ അപ്പം തന്നെയാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും ഞാനൊരു ഡെമോ മാത്രമാണ്, ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും നല്ല ക്ലീൻ ആൻഡ് സേഫ് എന്നുള്ള രീതിയിൽ അപ്പം ചെയ്യുന്നു. എൻ്റെ ശരീരം ഓടി നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആവാഹനവും എല്ലാം അപ്പം തന്നെ ചെയ്യും. നമ്മളവിടെ പോയി കൊടുത്താൽ മതി. ചിലവർ കുടുംബങ്ങൾ വരും. ആ കുടുംബം അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത്. പക്ഷേ അവരുടെ കുടുംബത്തിലെയുള്ള നാഗചൈതന്യങ്ങളും മറ്റുള്ള ദേവീ ദേവത ചൈതന്യങ്ങളും കുടുംബക്ഷേത്രങ്ങളിലെ ദേവീ ചൈതന്യങ്ങളും അവരുടെ കൂടെ ഇവിടെ വന്ന് ആവാഹിക്കപ്പെടുകയാണ്. കാരണം അവിടെ ഒന്നും നടക്കുന്നില്ല. ഈ മാസപൂജ, വർഷപൂജയൊക്കെ നടക്കുന്നുള്ളൂ. ഇപ്പം നമ്മളൊന്നും ആലോചിക്കുക, നമ്മൾ സനാതന ധർമ്മത്തിൽ ഒരിക്കലും മാസപൂജയോ ആഴ്ചപൂജയോ അല്ലെങ്കിൽ വർഷപൂജയോ ഇല്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് അത് കണ്ടുവരുന്നത്. കേരളത്തിലും തമിഴ്നാട് പകുതിയിലും. പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. എല്ലാ ദിവസവും പൂജകൾ നടക്കണം, എല്ലാ ദിവസങ്ങളും അഭിഷേകങ്ങൾ നടക്കണം. പ്രത്യേകിച്ച് നാഗങ്ങൾക്ക്, അവർക്ക് എല്ലാ ദിവസവും വെള്ളം വേണം. ചില ശിലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ
വർഷങ്ങളായിട്ട് അഭിഷേകം ചെയ്യാത്ത രീതിയിലാണ് കാണുന്നത്. ഇപ്പം നാഗക്ഷേത്രങ്ങളിൽ നോക്കാം, അവിടെ വഴിപാടുകളൊക്കെ ചെയ്യുന്നു, ഫലമില്ല. കാരണം അവിടെ പൂജ നടക്കുന്നില്ല. അഥവാ പൂജ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു കാട്ടായമാണ് നടക്കുന്നത്. ചില ശ്രീകോവിലിൽ കാല് വെച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോവും, കാരണം അകത്ത് അഴുക്കുകളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലടത് ഒരു ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു. ചില ക്ഷേത്രങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങളായിരിക്കാം, പക്ഷേ ഇപ്പോൾ എനിക്ക് ഓരോന്ന് കാണിച്ചു തരുവാണ്. ചില ഉത്സവങ്ങളൊക്കെ നടക്കുന്നു, കുറേ എണ്ണക്കുപ്പിയും അതും ഇതും ഒക്കെ കൗണ്ടറിലുണ്ട്. നമ്മൾ മനസ്സാൽ അവിടെ നിന്ന് എണ്ണ വാങ്ങും, പൂക്കൾ വാങ്ങും, വഴിപാട് കൗണ്ടറിലുള്ള എല്ലാം നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങും, നമ്മൾ ശ്രീകോവിലിൽ കൊടുക്കും. പക്ഷെ അത് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ച് കൗണ്ടറിലേക്ക് പോകും. അങ്ങനെ ആയി പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അപ്പോഴേക്കും അറിയാം, അവിടുത്തെ ദേവീ ദേവതകൾക്കറിയാം അവരസ്വസ്ഥരാണ് ശ്രീകോവിലിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ തിരിച്ച് അപ്പയുടെ ചൈതന്യത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അവിടങ്ങളിലൊക്കെ എന്നെ കൊണ്ട് ചേർക്കുന്നു. തിരിച്ച് അപ്പയിലേക്ക് ആ ചൈതന്യം വഴി കൊണ്ടുവരുന്നു. ആ ഒരു തലമാണ്. വളരെ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ഓരോ എടുത്ത് കാണാനും അറിയാനും. ഇപ്പോൾ ഈ പറയുന്ന പവർ അപ്പയിലൂടെ എനിക്ക് കിട്ടിയ സിദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ സിദ്ധിയല്ല. ഇപ്പോഴും ഐ എം 0. പക്ഷേ അപ്പ എന്നിലേക്ക് കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെ 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 സങ്കടമാകുന്ന രീതിയിലാണ് നമ്മുടെ ആരാധനാക്രമങ്ങൾ നടക്കുന്നത്. നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല അകം. ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു കുടുംബക്ഷേത്രമാണെങ്കിലും മഹാക്ഷേത്രമാണെങ്കിലും സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തുകൊണ്ട് അവിടുത്തെ മൂർത്തികൾ അവിടെ ഇരിക്കാൻ മനസ്സ് വരുത്തുന്നില്ല എന്നുള്ളതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. അതെല്ലാ കാരണവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിനോട് മടുപ്പ് തോന്നുന്ന രീതിയിലാണ് ഓരോന്ന് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആ ചൈതന്യത്തെ പൂർണ്ണാംശത്തിലേക്ക് അപ്പയിലേക്ക് തന്നെ ലയിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് എനിക്കപ്പ തന്നിരിക്കുന്നത്. അത് അപ്പയുടെ തന്നെ ബലത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഞാനെന്നുള്ളൊരു വ്യക്തി 0 ആണ്. പണ്ട് 98 കിലോ ഉണ്ടായിരുന്ന ഞാനിപ്പോൾ 50 കിലോ ആയി. ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ തൂണെ പിടിച്ച് നിൽക്കേണ്ട രീതിയിലാണ് കാര്യങ്ങൾ. എന്നാലും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന അപ്പയുടെ സപ്പോർട്ട്. നിങ്ങൾക്കറിയാം, 2016 വരെ എനിക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കുറേ ജ്യോത്സ്യന്മാരെയും ഞാൻ കാണിച്ചു. തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ജ്യോത്സ്യന്മാരെയും ഞാൻ ജാതകം കാണിച്ചു. എല്ലാവരും പറയുന്ന ഒരേ വാക്യം, 2016 കഴിഞ്ഞാൽ ഞാനെന്നുള്ളൊരു വ്യക്തി അങ്ങ് ലയിച്ചു പോകുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 2024 കഴിഞ്ഞ് 2025 ആകാൻ പോകുന്നു. ഒരു ആക്സിഡൻറ്റ് ഞാൻ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് അപ്പയ്ക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ള ജീവിതമാണ്. ഹീസ് ആൻ ഓൺലി വൺ ഫാദർ ആൻഡ് മദർ, ഫ്രണ്ട്, എവറിത്തിങ് ടു മീ. വൈ? ബിക്കോസ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറേ കാശുണ്ട്, കുറേ ആർഭാടങ്ങളുണ്ട്. പക്ഷെ അപ്പ എന്നെ കാണിച്ച വഴികളിൽ ഈ ലോകത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി. വെറുതെയാണ് ഇതെല്ലാം. ഈ ആർഭാടവും ആഡംബരവും പോഷവും ജാട, ഇതെല്ലാം നത്തിങ്. ഹരിദ്വാറിലും അതുപോലെ മണികർണിക ഘാട്ടിലും ഒക്കെ എന്നെ കൊണ്ടുപോയത് മനുഷ്യൻ്റെ തുച്ഛമായ വില എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ ഒരു 2-3 ദിവസം ഘാട്ടിൽ, മണികർണിക ഘാട്ടിലോ അല്ലെങ്കിൽ ഹരിദ്വാർ ഘാട്ടിലോ ഒക്കെ നമ്മൾ പോയി അവിടെ 1 ദിവസം, 2 ദിവസം, 3 ദിവസം
4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച എന്നെ അവിടെ നിർത്തിച്ചതും അവിടെ തപസ് ചെയ്യാൻ, അതായത് സമാധി ചെയ്യാൻ കൽപ്പിച്ചതും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ, അതായത് എത്രയോ ശവങ്ങളാണ് ഡെയിലി എന്നുള്ള രീതിയിൽ അവിടെ കത്തിക്കുന്നത്. ഒരു വിലയില്ലാത്ത രീതിയിലാണ് അവിടെ കത്തിക്കുന്നത്. എന്തെയോ കാശുണ്ട്, ആർഭാടമുണ്ടായിരുന്നു. പക്ഷേ പൊതിഞ്ഞ് കെട്ടി അങ്ങ് ഒരു ശവം കത്തിക്കുന്ന അതിൽ തന്നെ വേറൊരു ശവം കൊണ്ട് ഇടുകയാണ്, എറിയുകയാണ്. അവിടെ വാല്യൂ ഇല്ല, നത്തിങ്. നമ്മളൊക്കെ ഈ കാണുന്ന ഓട്ടം പ്രശസ്തിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകുക എന്നുള്ള രീതിയിൽ കുറേ സിദ്ധികൾ കൈവരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകുക എന്നുള്ള രീതിയിൽ ഒക്കെയാണ് മനസ്സിൽ. പക്ഷേ അവൻ്റെ അവസാന ദിവസം, അവനെ കത്തിക്കുന്ന ദിവസം ഒരു വിലയില്ലാത്ത രീതിയിലാണ് അവൻ ആയിത്തീരുന്നത്. ഇപ്പോൾ ജനിക്കുമ്പോൾ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ആളുകൾ കാണാൻ വരുന്നു, സന്തോഷം പങ്കിടാൻ വരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞ് കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ ഏരിയ വിട്ട് പോവുകയാണ്. ഇറ്റ്സ് നത്തിങ്. ഇവൻ പിറ്റേ ദിവസം അവന് പുനർജന്മം കിട്ടിയാലും ആരും അവനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് അവൻ്റെ എന്താണോ അതിലാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് മണി, ഇഫ് യു ഡോണ്ട് ഹാവ് എനി കോൺഫിഡൻസ്, നോ വൺ വിൽ സപ്പോർട്ട് യു, ഈവൻ യുവർ ഫാമിലി. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് കലിയുഗ. ഇത് സത്യമാണ്. ആരും വകവയ്ക്കില്ല, ഒറ്റപ്പെടുത്തും. അവിടെയാണ് നമ്മൾ ശരിക്കും ദൈവത്തെ ദർശിക്കാനുള്ള വ്യക്തിയായിത്തീരുന്നത്. ആരും ഉണ്ടാവില്ല, തികച്ചും ഒറ്റപ്പെട്ടവർ. അവിടെ നിന്നാണ് ദൈവദർശനം നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു സെയിം കൺസെപ്റ്റാണ് അപ്പ എനിക്ക് ദർശനം തരുന്നത്. ഇപ്പോൾ ഈ ഭൂലോകത്ത് ഒരു എനർജിയാണ് എന്നെ ഈ നിലയിൽ ജീവിക്കാൻ ആഗ്രഹം തോന്നിപ്പിച്ചതും എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയിച്ചതും അതപ്പയാണ്. എത്രയോ ക്ഷേത്രങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എത്രയോ ആളുകൾ ഉപജീവനമായിട്ട് മുമ്പോട്ട് പോകുന്നു. ആ ക്ഷേത്രം ആശ്രയിച്ച് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നു. ഇതൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേ ക്ഷേത്രത്തിൽ ഞാൻ ദർശനത്തിന് പോകുന്നു, ക്യൂവിൽ നിൽക്കുന്നു. അതിലേക്കാളും ആനന്ദം വേറെ എന്താണുള്ളത്? ഇപ്പോൾ മുജ്ജന്മം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ആ അനുഭവിക്കാൻ, അത് കാണാനും അറിയാനുമുള്ള ഭാഗ്യം അപ്പയിലൂടെ കിട്ടുക എന്നുള്ളതിലും ഉപരി വേറൊന്നുമില്ല. ഇനി എൻ്റെ ഡ്യൂട്ടി ആ ചൈതന്യത്തെ, എല്ലാ ചൈതന്യങ്ങളും വന്നു ചേർന്നു അപ്പയിലേക്ക്, ആ ശിലാഭാവത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഈ സാളഗ്രാമത്തിലുള്ള ചൈതന്യങ്ങളെ അപ്പ എന്നുള്ള ആ വജ്രനാരസിംഹം എന്നുള്ള ചൈതന്യത്തിലേക്ക്, ഭാവത്തിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരവ് അപ്പയിൽ നിന്നുണ്ടാവും. അതുവരെ കാത്തിരിക്കുക. അപ്പോൾ ഇത്രയും നാൾ സീക്രട്ടായിട്ട് വെച്ച ഈ കാര്യം
അപ്പോൾ ഇപ്പോഴാണ് റിവീൽ ചെയ്യാൻ പെർമിഷൻ തന്നത്. അതിനിടയ്ക്ക് 4-5 ദിവസം തന്നെ ശവസമാധിയിലേക്ക് ഒക്ടോബർ, ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർഷവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരു 7 ദിവസത്തെ ശവസമാധി ഞാൻ ചെയ്യാറുണ്ട്. ഊണില്ല, ഉറക്കം മീൻസ് പൂർണ്ണമായിട്ടുള്ള സമാധി, ദാഹമില്ല, ആഹാരവും ഇല്ല. ഒരു ഡെഡ് ബോഡി എങ്ങനെയാണോ അതുപോലെയാണ് കിടക്കാറ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ക്ഷീണമോ ഒന്നും അനുഭവപ്പെടാറില്ല സമാധിയിൽ നിന്നും വരുമ്പോൾ. അത് ഇപ്പോൾ വൈഫ് കെയർ ചെയ്യും ആ ബോഡി. പണ്ട് അമ്മയായിരുന്നു കെയർ ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണം കഴിച്ച പിന്നെ വൈഫാണ് ആ ബോഡി കെയർ ചെയ്യുന്നത് ആ 7 ദിവസം. അത് കഴിഞ്ഞാൽ പൂർവാധിക ശക്തിയോടെ എൻ്റെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നശിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളും കാവുകളും എല്ലാ ചൈതന്യങ്ങൾ, ദുരുപയോഗം ചെയ്യുന്ന മൂർത്തികൾ, അവയെല്ലാം ഈ അപ്പ എന്നുള്ള ചൈതന്യത്തിലേക്ക് ആവാഹിക്കപ്പെടുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുരുകനാണ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ്. ഫസ്റ്റ് ഡ്യൂട്ടി മുരുകനാണ് എനിക്ക് റിവേർട്ട് ചെയ്ത് തരുന്നതും. ഇപ്പോൾ മുരുകൻ്റെ ഡ്യൂട്ടി ഒരുമാതിരി ഫുൾ കവറായി. ഇനി അപ്പയുടെ ഇതിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഇനി അടുത്ത ലയം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂർണ്ണാംശത്തിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും രക്ഷയിലേക്ക് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. പക്ഷെ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ഫലം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറയുന്നത്. ആ ഒരു ചൈതന്യം ഇനി നമ്മുടെ ഓരോ വീടുകളിൽ ആവശ്യമാണ്. നരസിംഹമൂർത്തി ഭാവത്തെ, ഭൈരവഭാവത്തെ, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അപ്പോൾ നരസിംഹമൂർത്തിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന കാലഘട്ടത്തെ കവർ ചെയ്യാൻ, അതിനെ പ്രതിരോധിച്ച് 2028 കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓം ഭൈരവായ നമഃ. ആ നരസിംഹമൂർത്തിയുടെ തന്നെ മന്ത്രമാണ്, അല്ലെങ്കിൽ ഓം നരസിംഹമൂർത്തിയെ നമഃ. ഈ മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും മിനിമം 3 മാല ജപിക്കുക. ഇനി നമുക്ക് സമയങ്ങളില്ല, കാരണം വരാനിരിക്കുന്ന വിപത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അത് നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം തമാശകൾ, നിരീശ്വരകൾ, യൂത്ത്, ചിലവർക്കൊക്കെ അതൊരു തമാശയായിട്ട് തോന്നാം. പക്ഷേ സത്യത്തെ അത് നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇത് നേരത്തെ ആകാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. കാരണം നമുക്കറിയാം, യുവാക്കൾ കൂടുതലും ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ഇന്ന് കുറച്ച് നാളായിട്ട് കേൾക്കുന്നത്. വളരെ നല്ലതാണ്. പക്ഷേ നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് അതിൽ ഒരു 30% യുവാക്കൾ പോകുന്നത്. ദുർമൂർത്തികളെ പൂജിക്കുവാനും സിദ്ധി കൈവരിക്കുവാനും ആ സിദ്ധി വെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സമ്പാദിച്ച് ആ കാര്യങ്ങൾ ചെയ്ത് സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സമ്പാദ്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ നടക്കാത്തവരെ ഈ പറയുന്ന യുവാക്കളെ തെറി പറയുകയും
അത് ഗുണ്ടാ രീതിയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് കാണുന്നത്. ടി വിയിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന മന്ത്രങ്ങൾ, മൂർത്തികളുടെ മന്ത്രം, ഇപ്പോൾ വരാഹി, പ്രത്യങ്കിര, വിഷ്ണുമായ, ദീക്ഷകൾ ധാരാളം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ദോഷങ്ങളെ ചെയ്യുള്ളൂ. കാരണം ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യൻ മന്ത്രദീക്ഷ എടുക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പോയി ഉടനെ ദക്ഷിണ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ദീക്ഷയല്ല മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ, മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ, ദേവതകൾ എന്ന് പറഞ്ഞാൽ. കാലയളവുണ്ട്. അത് ഗുരുകുലം എന്നുള്ള സമ്പ്രദായത്തിൽ തന്നെ പോകണം. അത് ഗുരു ശിഷ്യന് ഉതകുന്ന രീതിയിൽ ആ മന്ത്രം, ആ ദേവത അത് ഫുൾ കവർ ആകുന്നത് വരെ ആ ഗുരുകുലത്തിൽ തുടരേണ്ടി വരും. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, എനിക്ക് ദീക്ഷ വേണം, അത് വേണം, ഇത് വേണം എന്നുള്ളത്. പക്ഷേ 2 പരീക്ഷണങ്ങൾ പരീക്ഷിക്കുമ്പോൾ തന്നെ ആൾ സ്കൂട്ടാവും. അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ ചെല്ലുമ്പോൾ തന്നെ മന്ത്രദേവത ദീക്ഷ കൊടുത്താൽ അവൻ്റെ ഭാവി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കുടുംബ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ബിസിനസ്, ജോലി എല്ലാം കട്ടപ്പുറത്താവും. കാരണം ആ ദേവത ആ വ്യക്തിയിൽ ചേരണം. ഇപ്പോൾ അർജുനൻ്റെ കയ്യിൽ ഗദ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭീമൻ്റെ കയ്യിൽ എന്തുകൊണ്ട് അമ്പും വില്ലും കൊടുത്തില്ല? കാരണം ദ്രോണാചാര്യർക്ക് അറിയാം ഗുരുകുലത്തിൽ ആ ശിഷ്യന് എന്താണ് ചേരുന്നത്, ഏത് ദേവതയാണ് ചേരുന്നത്, ഏത് ആയുധമാണ് ചേരുന്നത് ഒക്കെ ഒരു ഗുരുവിന് അറിയാം. അപ്പോൾ ആ ശിഷ്യനെ ആ തലത്തിലേക്ക് ഉതകുന്നത് വരെ ആ ഗുരുകുലത്തിൽ കഴിയണം. ഗുരു എന്താണോ പറയുന്നത് അത് പാലിക്കണം. എന്നാൽ മാത്രമേ ആ മന്ത്രസിദ്ധി ശിഷ്യന് ഫലിക്കുകയുള്ളൂ, അത് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ശരിക്കും ഒരു ഗുരു. ഇന്നത്തെ ആളുകൾ പെട്ടെന്ന് കിട്ടുക, പെട്ടെന്ന് അങ്ങോട്ട് വളരുക, പെട്ടെന്ന് സിദ്ധി ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ അത് പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഗാഢമായ സീക്രട്ട് കൂടി നിങ്ങളോട് പറയാനുണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള. ഇന്ന് ഞാൻ പറഞ്ഞത് തിയറിക്കലാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഡ്യൂട്ടിയും അതിൻ്റെ വിറ്റ്നസ്സും, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വിറ്റ്നസ്സും പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നരസിംഹമൂർത്തി എന്താണെന്നുള്ളതും എൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളതും എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽ വിറ്റ്നസ് അടുത്ത എപ്പിസോഡിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കിടാം. അതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ